നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗിരിയേട്ടൻ എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞേ? ഒന്നുമില്ല. SI സാർ അകത്തില്ലേ? അകത്തുണ്ട്. ശരി. പോലീസ് സ്റ്റേഷൻ പൊളിക്കാൻ പോകുന്നെന്ന് വാർത്ത അറിഞ്ഞാൽ നീ ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നി. എന്റെ അച്ഛൻ അവസാന നിമിഷങ്ങൾ ചെലവിട്ടത് ഇവിടെയല്ലേ? ആ ഓർമ്മകൾ ഇല്ലാതാവുന്നതിന് മുമ്പ് അവസാനമായിട്ടൊന്ന് കാണണമെന്ന് തോന്നി. ഇവിടെ അന്ന് നടന്നത് വളരെ വലിയൊരു തെറ്റായിരുന്നു. പക്ഷേ ആ തെറ്റിൽ നിന്നും നമ്മൾ പാഠം ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് പക മനസ്സിൽ കൊണ്ടുനടന്ന് ജീവിതം പാഴാക്കുന്നതിൽ അർത്ഥമില്ല. നിന്നെ സ്നേഹിക്കുന്നൊരു കുടുംബം നിനക്കില്ലേ? ആ കുടുംബത്തിലേക്ക് ഇപ്പോ പുതിയൊരു അതിഥി കൂടി വരാൻ പോവല്ലേ? നീ ഇപ്പോ അവരെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാവൂ. പഴയ കാര്യങ്ങളെല്ലാം മറക്കാൻ ശ്രമിക്കണം. അവനങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റും സാറേ? സ്വന്തം അച്ഛൻ മരിച്ച സ്ഥലം ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ സാറേ? അതും ചുമ്മാതെ ഉള്ളൊരു മരണമല്ലല്ലോ. 4 പേരുടെ ജീവൻ എടുത്തിട്ട് കുറ്റബോധം സഹിക്കാൻ പറ്റാതെ നടത്തിയ ആത്മഹത്യയല്ലേ? പിന്നല്ലാതെ വെറുതെ ഭൂമിക്ക് ഭാരമായി കഴിയണ്ടെന്ന് അയാൾക്ക് തന്നെ തോന്നിക്കാണും. ഞാൻ പോലീസുകാരെ കൊണ്ടുണ്ടായ നഷ്ടങ്ങളെ കുറിച്ച് എത്ര മറക്കാൻ ശ്രമിച്ചാലും ഇവനെ പോലുള്ള പോലീസുകാര് എനിക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തും. നിങ്ങൾ എന്നെ പോലുള്ളവരെ ശത്രുക്കളായിട്ട് കാണുന്നിടത്തോളം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവില്ല സാറേ. വീടെത്തി. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നല്ലേ? ഇന്നെടുത്ത ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരണേ. അതെ, ഹൽദിക്കും കല്യാണത്തിനൊക്കെ ഈ ഫോട്ടോഗ്രാഫർ തന്നെ മതിയല്ലേ? മതി. നമുക്ക് ഇത്രയും കാലമായി പരസ്പരം അറിയാമെങ്കിലും നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ടെന്ന് നമ്മളെ മനസ്സിലാക്കിക്കാൻ ആ ഫോട്ടോഗ്രാഫർ വേണ്ടി വന്നു. എന്തല്ലേ? അയാൾ ഫോട്ടോ എടുക്കാൻ വന്നത് ചിലപ്പോൾ ഒരു നിമിത്തമായിരിക്കും.
സത്യം പറഞ്ഞ ഇപ്പൊ എത്രയും പെട്ടെന്ന് കല്യാണം നടന്നാൽ മതി എന്ന് തോന്നി തുടങ്ങുക. തന്നോട് ഇട്ടിട്ടൊന്നും തോന്നുന്നില്ല. അമ്മ നിങ്ങൾ എത്തിയോ? എങ്ങനെയുണ്ടായിരുന്നു ഫോട്ടോ എടുപ്പൊക്കെ? ആ നന്നായിരുന്നമ്മേ. നീ അകത്തേക്ക് കയറുന്നില്ലേ? ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഏയ് അമ്മ കാത്തിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിലേ വൈകി. എന്നാ പോകട്ടെ. ശരി. ഇവരെ രണ്ടുപേരുടെയും ജോഡി സൂപ്പറാ. ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറയുന്നത് പോലെയുണ്ട്. എന്തിനാടി മഹിമയോടുള്ള ദേഷ്യത്തിന് മുകുന്ദനെ വെറുതെ കുറ്റം പറയുന്നത്? അവൻ നല്ല പയ്യനാ. കഴിഞ്ഞ ജന്മത്തില് മഹിമ എന്തെങ്കിലും പുണ്യം ചെയ്തതുകൊണ്ടാവും അവനെപ്പോലെ ഒരുത്തനെ ഭർത്താവായിട്ട് അവൾക്ക് കിട്ടിയത്. അത് മനസ്സിലാക്കി ജീവിച്ച അവക്ക് കൊള്ളാം. ഇത് ഞാൻ വൈദ്യരോട് പറഞ്ഞ് പ്രത്യേകം ഉണ്ടാക്കിയ എണ്ണയാ. ഇത് തേക്കുമ്പോ തലയ്ക്ക് നല്ല തണുപ്പ് തോന്നുന്നില്ലേ? ആ ഇത് തേച്ചു കുളിച്ചാ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ഗർഭകാലത്ത് ഇത് തേക്കുന്നത് കൊണ്ട് കുഞ്ഞിന് കുറേ ഗുണങ്ങൾ കിട്ടുമെന്നാ വൈദ്യര് പറഞ്ഞ്. അമ്മ എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇവള് ജോലിയുടെ പുറകെ ഓടി ഈ കുഞ്ഞിന്റെ കാര്യം അപകടത്തിലാവും, അതുറപ്പാ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. കുഞ്ഞിന് എന്തെങ്കിലും അപകടം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായാ മോള് ജോലി രാജിവെക്കും, അല്ലേ മോളെ? പറമഞ്ചു, നീ ജോലി രാജിവെക്കോ? അതൊക്കെ ഇവള് ചെയ്യും. ഇപ്പൊ ഇവള് സംശയിച്ചു നിൽക്കുന്നത് കുഞ്ഞിനെ കയ്യിൽ കിട്ടാത്തതുകൊണ്ടാ. ആ കുഞ്ഞ് ആദ്യമായി ഇവളുടെ വിരലിൽ പിടിക്കുമ്പോ ഈ ലോകത്ത് അതിനേക്കാൾ വലുതായി മറ്റൊന്നുമില്ലാന്ന് അവൾക്ക് മനസ്സിലാവും. കുഞ്ഞിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഇവൾ എന്തും ചെയ്യാൻ തയ്യാറാവും. ജോലി വിടുന്നതൊക്കെ ഒരു ചെറിയ കാര്യമല്ലേ? എനിക്കതൊരു ചെറിയ കാര്യമല്ലമ്മേ. ഞാൻ ഈ ജോലി ഒരിക്കലും രാജിവെക്കില്ല. എനിക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് വെറുതെ തെറ്റായ പ്രതീക്ഷ നൽകുന്നത് ശരിയല്ലാന്ന് തോന്നി. മോളെ, ഈ ജോലി ചെയ്യുന്നത് നിന്റെ ജീവൻ എത്ര വലിയ ആപത്താണെന്ന് നീ മനസ്സിലാക്കാത്തതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇപ്പൊ തന്നെ ഭാഗ്യം കൊണ്ടാ നീ രക്ഷപ്പെട്ടത്. ഇതെല്ലാം കണ്ടിട്ടും ഞാൻ ഒന്നും മിണ്ടാതെ നിൽക്കണമെന്നാണോ നീ പറയുന്നത്? അമ്മയുടെ കരുതൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇതെന്റെ ജോലിയുടെ ഭാഗം.